എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് ക്രിസ്മസ് സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സ്കൂളാണ്. അവിടെ നമ്മുടെ വാട്രായുടെ ഗ്യാങ്ങും ഹിയോക്കിയുടെ ഗ്യാങ്ങും എല്ലാവരും തന്നെയുണ്ട്. അവിടെ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വാട്രായാണെങ്കിൽ ഹിയോക്കിനെ നോക്കി തന്നെ നിൽക്കുകയാണ്. ഇവരിങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ട് നിൽക്കുമ്പോഴേക്കും ഹിയോക്കി പറയാണ്, എനിക്ക് നിന്നിപ്പോൾ കിസ് ചെയ്യണമെന്ന്. ബാക്കി കൂട്ടുകാരന്മാർ പറയുന്നുണ്ട്, പറ്റത്തില്ല, കാരണം നിങ്ങൾ മാത്രമല്ല ഇവിടെ ഞങ്ങളും ഉണ്ടെന്ന്. അങ്ങനെ എല്ലാവരും കൂടി ഫുഡൊക്കെ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. പിസ്സയും സാൻഡ്വിച്ചും കേക്കും എല്ലാമായിട്ട് അവർ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോഴാണ് ഹിയോക്കിയുടെ കൂട്ടുകാരൻ ഇവൻ്റെ പണ്ടത്തെ ആൽബം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എല്ലാവരെയും ഹിയോക്കിയുടെ പണ്ടത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. ഇത് കാണുന്ന ഹിയോക്കി ആണെങ്കിൽ ഓടിച്ചെന്നിട്ട് അത് തട്ടിപ്പറിച്ച് വാങ്ങുമ്പോഴേക്കും അവനായിട്ട് തല്ലുപിടിച്ച് രണ്ടും കൂടി താഴെ വീഴാണ്. വാട്രായ്ക്കാണെങ്കിൽ ഇത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഹിയോക്കിക്കും ആ കാര്യം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് കേക്കും ഫുഡും കാര്യങ്ങളെല്ലാം ടേബിളിൽ എടുത്ത് വെച്ചേക്കാണ്. വേഗം വാ, നമുക്ക് എല്ലാവർക്കും കൂടി ഫുഡ് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ വാട്രായുടെ അടുത്ത് ഹിയോക്കി എന്ന് ചോദിക്കാണ്, എന്നോട് ദേഷ്യമാണോന്ന്. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, അല്ല ഞാനങ്ങനെ എൻ്റെ മേത്തൊക്കെ മറിഞ്ഞു വീണതെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ, അത് കുഴപ്പമില്ല. പക്ഷെ എനിക്കിഷ്ടമല്ല നിൻ്റെ അടുത്ത് ആരും ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്, നീ എപ്പോഴും എൻ്റെ തന്നെ ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി വന്നിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി സെൽഫി എടുക്കുന്നുണ്ട്. നമ്മുടെ ഹിയോക്കിയും വാട്രായാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫീഡ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാട്ടും ബഹളത്തിൻ്റെ ഒടുവിൽ റീൽസ് എടുക്കുകയാണ്. വാട്രായുടെ ഗ്യാങ്ങാണ് ആദ്യം റീൽസ് കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹിയോക്കിയുടെ ഗ്യാങ്ങും അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അവരാണെങ്കിൽ ഒരു ഡാൻസൊക്കെയാണ് റീലായിട്ട് പെർഫോം ചെയ്യുന്നത്. അതിനുശേഷം എല്ലാവരും കൂടി ക്ലാസ് റൂമിൽ വെച്ചിട്ട് ഡാൻസും പാട്ടൊക്കെ ഇട്ട് ആഘോഷിക്കുകയാണ്. ഈ നമ്മുടെ ക്യാരം ബോർഡൊക്കെ പോലത്തെ ഗെയിംസും ഒത്തിരി കളിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഒറ്റയ്ക്ക് ഇന്ന് പാത്രം കഴുകുന്നുണ്ടിട്ട് ഹിയോക്കി എന്നിട്ട് ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ്റെ ഒപ്പം പാത്രങ്ങൾ കഴുകാനായിട്ട് പോവാണ്. അവിടെ ചെല്ലുമ്പോഴേക്കും ഫ്രണ്ട് പറയുന്നുണ്ട്, എടാ നീ വാട്രായുടെ ഒപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, അതായത് നിങ്ങളുടേതായിട്ടുള്ള സമയം നിങ്ങൾ കണ്ടെത്തണമെന്ന്. അതിനെക്കുറിച്ച് ഞാനും ആലോചിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് ഹിയോക്കി ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ നേരത്തെ ഫ്രണ്ട് ചോദിച്ചായിരുന്നു അവൻ ആലോചിക്കുന്നുണ്ട്, കാരണം നിങ്ങൾ തമ്മിൽ ഡേറ്റ് ചെയ്യുകയാണെന്ന്. പെട്ടെന്ന് തന്നെ വാട്രായി നടക്കാൻ പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി നടക്കാൻ പോകുമ്പോൾ അവൻ ഈ കാര്യം മനസ്സിലാലോചിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ നടന്നു നിന്നിരിക്കുമ്പോൾ ഹിയോക്കി പറയുന്നത്, നമുക്ക് ആ ബെഞ്ചിൽ ഇരിക്കാനാണ്. ഇവർ പണ്ട് ആ ബെഞ്ചിൽ ഇരുന്നത് ഓർമ്മയില്ലേ, ഫ്രണ്ട്സ് ആവാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. നിനക്ക് പണ്ട് കിടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയുന്നുണ്ട്. ഹിയോക്കിനോടൊന്ന് കണ്ണെടുക്കാൻ പറയുന്നുണ്ട്. എന്തിനാണെന്ന് നോക്കുമ്പോഴേക്കും കണ്ണെടുക്ക് എന്നിട്ട് പറയാമെന്നാണ് പറയുന്നത്. ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ഹിയോക്കിക്ക് കൊടുക്കുന്നുണ്ട്. തുറന്നു നോക്കുമ്പോഴേക്കും അതിൽ ഒരു മനോഹരമായിട്ടുള്ള വാച്ചായിരിക്കും ഗിഫ്റ്റായിട്ട് കൊടുത്തേക്കുന്നത്. വാച്ച് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയില്ലേ, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് ഞാൻ തന്നത് വേറൊന്നും കൊണ്ടല്ല, ഇത് നീ എപ്പോഴും കെട്ടണം, അതാവുമ്പോൾ എൻ്റെ സൈഡ് നിൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടാവുമല്ലോ. ഇത് അഴിച്ചു വെക്കണത് ഉറങ്ങുമ്പോൾ മാത്രമായിരിക്കണമെന്നും നമ്മുടെ വാട്രായി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ഹിയോക്കിക്കാണെങ്കിൽ സങ്കടമാവാണ്. ഹിയോക്കിനെ അത്ര നന്നായിട്ടാണല്ലോ കെയർ ചെയ്യുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. ഇതിന് ശേഷം 3 മാസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് കാണിക്കുന്നത്. 3 മാസത്തിന് ശേഷം നമ്മുടെ ഹിയോക്കി ആണെങ്കിൽ ടീച്ചർക്ക് റെക്കോർഡും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ വന്നേക്കാണ്. ടീച്ചർ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഹിയോക്കി ഒത്തിരി മാറി സീനിയർ ആയപ്പോൾ എന്ന്. അത് ആ സ്കൂൾ ട്രിപ്പ് കാരണമാണ്, എനിക്ക് അപ്പോഴാണ് കുറേ ഫ്രണ്ട്സിനെ കിട്ടിയതാണ് ഹിയോക്കി പറയുന്നത്. അങ്ങനെ അവൻ ക്ലാസ്സിൽ ഇട്ട് തിരിച്ചു ചെല്ലുമ്പോഴേക്കും വാട്രായി അവിടെ ഇരിക്കുന്ന കാണും. അവനാണെങ്കിൽ ഇവർ തമ്മിൽ പരിചയപ്പെട്ട കാര്യങ്ങൾ, ഇവർ സ്നേഹത്തിലായത്, ആദ്യമായിട്ട് കിസ് ചെയ്തത്, ഈ കാര്യമെല്ലാം അവിടെ നിന്ന് തന്നെ ആലോചിക്കുന്നുണ്ട്. അത് ആലോചിച്ചിട്ട് അവൻ ക്ലാസ്സിൽ കയറാണ്. നമ്മുടെ വാട്രായി ചോദിക്കുന്നുണ്ട്, അവസാനം നീ ഇങ്ങോട്ട് എത്തിയോന്ന്. എത്തിയെന്നാണ് അറിയുന്നത്. അങ്ങനെ രണ്ടുപേരും അവിടെ സ്നേഹിച്ചിരിക്കുമ്പോൾ വാട്രായി ചോദിക്കുന്നുണ്ട്, നമുക്ക് ഒരു ട്രിപ്പിന് പോയാലോ, ഒരു സമ്മർ ട്രിപ്പ്, നമ്മൾ മാത്രമായിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. ഹിയോക്കി ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നുണ്ട്. നമ്മുടെ ലൈഫ് നന്നായിട്ട് പോകണം, നല്ല രീതിക്ക് പോകണം, അതാണ് എൻ്റെ ആഗ്രഹം, എനിക്കതിനെ ബോയ് ഫ്രണ്ട് ആകാൻ പറ്റുമെന്ന് ഹിയോക്കി പെട്ടെന്ന് ചോദിക്കുമ്പോഴേക്കും വാട്രായി ആണെങ്കിൽ അങ്ങ് പാനിക്കാവാണ്. കാരണം ഇതേപോലെ ഹിയോക്കി ഒരിക്കലും ചോദിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് അവൻ ആ ടെൻഷനും കാര്യങ്ങളും
കാര്യങ്ങളൊക്കെ. എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഹിയോക്കിനെ പിടിച്ച് വാട്ടറായി കിസ് ചെയ്യാണ്. അതിനുശേഷം രണ്ടുപേരും കൂടി അവിടെ നിന്ന് ക്ലാസ്സിന് പുറത്തേക്ക് പോവുകയാണ്. ക്ലാസ്സിൻ്റെ പുറത്താണെങ്കിൽ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അവർ നോക്കി വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ എന്താണ് ഇത്ര നേരമായിട്ട് വരാത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ ഇവർ രണ്ടുപേരും ലവ് ബേർഡ്സിനെ പോലെ തന്നെ പയ്യാണ് പുറകെ സംസാരിച്ച് വരുന്നത്. ഇത് കാരണം ഫ്രണ്ട്സ് പറയുന്നുണ്ട്, ഇപ്പം നമ്മൾ ഗ്യാങ്ങോടെ അല്ലേ, ഞങ്ങൾ ഇതിൻ്റെ കാര്യം മറന്നുപോയി, നിങ്ങളൊരു ലവ് ബേർഡ്സ് ആണല്ലോ, ആ കാര്യം ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകുന്നു, ഒരുമിച്ച് നടക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് നടക്കുന്നതും കാണിച്ചിട്ടാണ് 10ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.